അബ്ബാസാകുന്ന മുത്തുനബി കുഴഞ്ഞു കിടക്കുന്ന പിതാവിനെ പോലെയാണ്, ഒന്നിനും പറ്റാത്ത വാപ്പയെ പോലെയാണ് എന്ന് പറഞ്ഞവനക്ക് പിന്നെ മുഹിയുദ്ദീൻ ശൈഖ് കയറുവോ? മടവൂര് ശൈഖുന വലുതാകുവോ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? എന്നാ പിന്നെ ഓൽക്ക് ബദരീങ്ങളും ഏറൂല, ചിത്രയാത്ര ഔക്കറും ഏറൂല. ഒരു സംശയവും ഇല്ലട്ടോ. അങ്ങനെ അള്ളാഹു റസൂലിനെ കുറിച്ച് ആരാ പറഞ്ഞത്? പേരോടോ? നാ ഒന്ന് കേൾക്കണ്ട നമുക്ക്. അർറഹ്മത്തുൽ മഖ്റൂനത്തു ബിത്തഅലീം എന്ന് പറഞ്ഞു കൊടുത്തതിന് നേരെ അസ്സലാത്തു മിനല്ലാഹ് എന്നുണ്ട്. അത് മൂപ്പര് കണ്ടില്ല. ഇതൊക്കെ മുശാവറായ ലോകം അവസാനിക്കഞ്ഞ് വേറെന്തേലും വേണോ? അതെ, അത് മുഷാവറായാലും ലോകം അവസാനിക്കുമെങ്കിൽ നിങ്ങൾ ഇപ്പൊ നിൽക്കുന്നതിൽ നേരെ കുരുവട്ടൂരിന്റെ താഴത്താണല്ലോ. കുരുവട്ടൂർ ലോകം നിയന്ത്രിക്കുന്നു, നിങ്ങൾ കുരുവട്ടൂരിന്റെ ചുറ്റുവട്ടം നിയന്ത്രിക്കണം. അങ്ങനെ വരുമ്പോ ലോകാവസാനത്തിന് നിങ്ങളൊരു അടയാളമായിട്ട് മാറൂല്ലോ മുസ്ലിയാരെ. ആ വാപ്പൻ്റെ ഒന്ന് പറഞ്ഞാട്ടെ, എന്നിട്ട് ശരിയാക്കി തരാം. അതെ, ആ വാപ്പൻ്റെ ഒന്ന് പറഞ്ഞാട്ടെ. കൊയഞ്ഞെടുക്കണ വാപ്പ എന്ന് പറഞ്ഞില്ല, ഒന്ന് പറഞ്ഞാട്ടെ, എന്നിട്ട് ശരിയാക്കി തരാം. ശരിയാക്കി തരുന്ന ആളാരാണ്? മടവൂരിനെ ആരാധിക്കണേ, ഒക്കെ കടക്കാണ്. ഒന്നിനും കഴിയാതെ കിടക്കുന്ന ബാപ്പ, ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു, ബാപ്പ എനിക്കൊരു വീടുണ്ടാക്കി തരണം. കല്ല് പൊക്കാൻ അയാളെ കൊണ്ട് കഴിയൂല, മരം എടുക്കാൻ അയാളെ കൊണ്ട് കഴിയൂല. പണ്ട് മുജാഹിദുകൾ യദുല്ല എന്ന് പറഞ്ഞപ്പോൾ അള്ളാന്റെ കയ്യ്, അള്ളാന്റെ കാല്, പോത്തിന്റെ കാല് എന്നൊക്കെ പറഞ്ഞ പോലെ പേരോട് എന്തും പറയാം. പേരോട് ഇപ്പൊ അള്ളാന്റെ റസൂലിനെ ഉപമിക്കാണ്. ഒന്നിനും വയ്യാത്ത, കല്ല് പൊന്തിച്ചാൻ കഴിയൂല, മണലേറ്റാൻ കഴിയൂല. പണ്ട് വല കയ്യൂല, വല മൈദ ഷാക്കൂല, വല പൊന്തൂല എന്ന് പറഞ്ഞു അറബിനോട്. അതേപോലെയാണ് പേരോടിന് എന്തും പറയാം. അയാൾക്ക് ആശാരിപ്പണി അറിയില്ല, അതേ പടവിന്റെ പണി അറിയില്ല. അയാളോട് വീടുണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ്. ഇതുപോലെ നബി തങ്ങളോട് പറയാണ്, ഓ നബിയെ തങ്ങൾ വീട്ടിൽ തരാൻ, അതായത് അള്ളാഹു എന്റെ ആവശ്യം വീട്ടിൽ തരാൻ. അള്ളാഹു താല പറയാണ്, ഉദോനി അസ്തജിബു ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ ഉത്തരം തരാം. പേരോടടങ്ങുന്ന സമസ്തക്കാർ പറയാണ്, അതിപ്പോ ഇനി കുരു പൊട്ടിയ സമസ്തയായാലും കുരു പൊട്ടിയ സമസ്തയായാലും സംസ്ഥാനയിലെ സമസ്തയാണെങ്കിലും EK എന്ന് പറയുന്ന രണ്ടെണ്ണം ലീഗിന്റെ സമസ്തയാണ്, ഏതാണെങ്കിലും ശരി, നിങ്ങൾ മനസ്സിലാക്കുന്നത് അള്ളാഹു റസൂലിനോട് നിങ്ങൾ നേരിട്ട് പ്രാർത്ഥിക്കുക, ഉത്തരം അള്ളാഹു റസൂൽ തരുന്നു. ഈ ഒരു നയം ഇസ്ലാമിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. അതുണ്ടെങ്കിൽ അള്ളാഹു റസൂൽ പഠിപ്പിക്കണം. ഇനി റസൂൽ പഠിപ്പിച്ചില്ലെങ്കിൽ സ്വഹാബത്ത് പഠിപ്പിക്കണം. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഉത്തരമില്ലേന്നു. എന്നിട്ട് നിങ്ങൾ സമുദായത്തെ നരകത്തിലേക്ക് ഉന്തി കൊണ്ടുപോവാണ്. ഈ അവശനായ വാപ്പ എന്നത് സ്ഥിരീകരിക്കാനാണ് ഈ ആയത്തൊക്കെ എടുത്തുകൊണ്ടുവന്നത്. എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ വിശ്വസിക്കുന്ന, മുസ്ലിം സമൂഹം വിശ്വസിക്കുന്ന ബദരീങ്ങളിൽ ഒന്നാമത്തെ ആളായ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സുന്നികൾ തേടുമ്പോൾ, നബിയെ അങ്ങേക്കതിന് കഴിയും, അങ്ങേക്ക് അല്ലാഹു അതിന് ഖുദ്റത്ത് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ഞങ്ങളെ സഹായിക്കണം എന്ന അർത്ഥത്തിലാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ തേട്ടം. സത്യത്തിൽ തിന്നണത് പുല്ലാണെങ്കിൽ പോത്തിന്റെ ബുദ്ധിയെങ്കിലും ഉണ്ടാവും. ഇതുവരെയൊക്കെ എന്താണ് തിന്നണെന്ന് മനസ്സിലാവണില്ല. കാരണം അള്ളാഹു റസൂലിന് ഒരു സഹായം ചോദിച്ചാൽ അതിങ്ങനെ അള്ളാഹു മുഖേന സഹായിക്കാനുള്ള കഴിവേ ഉള്ളൂ. അതുക്കും മേലാണ് ആര്യബൽക്ക് മടവൂരിനെ സംബന്ധിച്ചിടത്തോളം മടവൂര് വരട്ടെ, അവിടെ ഉണ്ടാവട്ടെ, ഇവിടെ പോട്ടെ, സൗദിക്കാണ് പോകണമെങ്കിൽ സൗദിക്കാണ് പോകാറും, അമേരിക്കയിൽ പോകണമെങ്കിൽ അമേരിക്കാണ് പോകാറും. ഈ ജാതി മടവൂരാണ് ഉൾക്കുള്ളത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു റസൂലാണോ മേലെ, മടവൂരാണോ മേലെ? മടവൂര്. കാരണം അള്ളാഹു റസൂലിനെ സഹായിക്കാനേ കഴിയുള്ളൂ. മടവൂര് ലോകം മൊത്തത്തിൽ നിയന്ത്രിക്കാണ്. മഴ വരട്ടുമ്പോൾ മഴ പെയ്യും, എവിടെയെങ്കിലും ഫ്ലൈറ്റ് ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കണമെങ്കിൽ നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ അതവിടെ നിൽക്കും. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ആരാ വലുത്? മടവൂര്. ബാക്കി കൂടി പറയുന്നത് അതാണ്. സ്വഹാബികൾ വന്നിട്ട് നബിയേ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, റസൂലിനെ സംബന്ധിച്ചിടത്തോളം റസൂല് ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളടുത്ത് സ്വർഗത്തിൽ നമുക്ക് സ്ഥാനം ആഗ്രഹിച്ചവര് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇവര് ആ കാര്യം എന്ത് ചെയ്യാണ്? മരണപ്പെട്ടതിന് ശേഷം ചോദിക്കാം, വഫാത്തായതിനു ശേഷം ചോദിക്കാന്നാ പറയണത്. ഇവരെ സംബന്ധിച്ചിടത്തോളം മടവൂരിന് അതിലേറെ കഴിവാണ്. കാരണം മടവൂരിനോട് എന്ത് ചെയ്യാണ്? നേരിട്ട് വേണമെന്ന് പറഞ്ഞാല് അള്ളാഹു റസൂൽ കൊടുത്തിട്ടില്ല, കൊടുക്കുന്നു പറഞ്ഞിട്ടുമില്ല. പക്ഷെ എന്താണ് ഇവര് മടവൂരിനോട് നേരിട്ടാണ് ചോദിക്കല്ലേ. മടവൂര് എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കാണ്. മടവൂരിനോട് എന്താ വേണ്ടെച്ചാണ് എന്തും ചോദിക്കാം. നമുക്കൊരു വീട് വേണോ? കാരണം സിറാജിനെ എന്ത് ചെയ്തിട്ടുണ്ട്? വീട് വെച്ചു കൊടുത്തിട്ടുണ്ട് മടവൂര്. സിറാജിനെ ജയിലിലും കടത്തിയിട്ടുണ്ട്. സിറാജിന്റെ പെണ്ണുങ്ങൾ മരിക്കാൻ കാരണം എന്താണ്? മടവൂരിന്റെ കറാമത്താണ്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം കറാമത്താ. മടവൂര് മൂത്രമൊഴിച്ച കറാമത്ത്, മടവൂര് ബാത്റൂമിൽ പോയ കറാമത്ത്, മടവൂര് എന്ത് കാട്ടി അതൊക്കെ കറാമത്താ. ബാക്കിയൊരു കാര്യങ്ങള് കേൾക്കാൻ നല്ല രസാ. സ്വർഗത്തിൽ അങ്ങയോടൊപ്പം ഒരു സീറ്റ് വേണം,
സീറ്റ് അങ്ങ് ഇടപെട്ട് വാങ്ങിത്തരണമെന്നല്ല, അള്ളയിൽ നിന്ന് ചോദിച്ചു വാങ്ങണമെന്നല്ല, പിന്നെയോ ഒരു സീറ്റ് നിങ്ങൾ തരണം. മായാവിക്കഥ എഴുതുകയും വായിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം അള്ളാന്റെ റസൂലിനെ കുറിച്ച് കളവ് പറഞ്ഞാൽ എന്താ? ഒരു സീറ്റ് നിങ്ങൾ തരണം, അങ്ങനെ പരിപാടിയില്ല. അങ്ങോട്ട് പറയാ, ഇയാളെ തൊള്ളിയിൽ എന്താണോ വരുന്നത് അതൊക്കെ തന്നെ ഒലുക്ക് ദീന്. ഓലെ സംബന്ധിച്ചിടത്തോളം മടവൂരിന്റെ ദീനാണ് വലുത്. ഓലെ സംബന്ധിച്ചിടത്തോളം കുരുവട്ടൂരാണ് പോലെ മതത്തിന്റെ ആസ്ഥാനം തന്നെ. ഇസ്ലാമിന് ഇങ്ങനെ ഒരു പരിചയമില്ല, കുരുവട്ടൂർ ആസ്ഥാനത്തിൽ മതം. നിങ്ങൾക്കതിന് അധികാരമുണ്ടല്ലോ. ഇന്നി ഫാഇൽ, ഞാനത് തരാം, മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇയാളും പേരോടൊക്കെ കളവ് അല്ലാതെ പറയില്ല. പ്രത്യേകിച്ച് ഇയാള് തൊള്ള തുറന്ന കളവ്. അഹ്സനിന്റെ അടയാളം തന്നെ കളവാണ്. ദജ്ജാലൂന കസാബൂന എന്ന് പറഞ്ഞു കൊടുത്ത് കബര പോക്ക്. എന്നിട്ട് വലിയ വലിയ കളവ് പറയുമ്പോ, ഉൾക്കൊള്ളാൻ കഴിയാത്ത അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്ത കളവ് പറയുമ്പോ കണ്ണുകെട്ട് ഉരുട്ടും, കണ്ണ് മുഖത്തോളം വലിപ്പാക്കും. ഇവർക്ക് എവിടുന്നാ മതം പഠിച്ചത്? അള്ളാന്റെ റസൂലിനോട് ഒരാള് നിങ്ങൾ തരണം എന്നാണ് പാസ്സാക്കുക അല്ലെങ്കിൽ ആജ്ഞാപിക്കുക, അപ്പൊ ഞാൻ തരാം എന്ന് പറയാം. ഇതെന്താ 16-ാം നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തെ ജീവിച്ച രാജാവും ആ പ്രജകളും തമ്മിലുള്ള ബന്ധം പോലെയാണോ? എന്താ പേര് ഈ പറയണത്? അള്ളാന്റെ റസൂലിനോട് നിങ്ങൾ തരണം എന്നാരെങ്കിലും പറയോ? പറഞ്ഞാൽ തന്നെ അത് ഉണ്ടാവില്ല, അത് സംഭവിക്കാത്ത കാര്യമാണ്. കാരണം അള്ളാന്റെ റസൂലിന് കൊടുക്കാനുള്ള അധികാരം അള്ളാഹ് കൊടുത്തിട്ടില്ല. അള്ളാഹ് റസൂലിന് കൊടുക്കാനുള്ള അധികാരം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ സ്വന്തം മകളോട് പറഞ്ഞിട്ടുണ്ട്, ഫാത്തിമ നീ എന്റെ കരളിന്റെ കഷ്ണാണ്, പക്ഷെ നാളെ മഹ്ശറില് നിനക്കൊന്നും ചെയ്തു തരാൻ പറ്റൂല കേട്ടോ. ആ അള്ളാഹ് റസൂലിനെ കുറിച്ച് പച്ച കളവ് പറയാം. സ്വന്തം മകളോട് റസൂൽ അതാണ് പറഞ്ഞത്. എന്നിട്ട് ഇവരൊക്കെ മതത്തിന്റെ അനുയായികളാണ്, മതപണ്ഡിതന്മാരാണ് എന്ന് പറയുമ്പോൾ ഇസ്ലാമിന് തന്നെ ലജ്ജ തോന്നാണ്. ഇതല്ലേ ഹദീസ്? അത് വഫാത്തിന് ശേഷവും എല്ലാ സമയത്തും അതല്ലേ. അപ്പൊ അതിൽ തന്നെ മനസ്സിലായല്ലോ ജീവിച്ചിരിക്കുമ്പോ നടന്നൊരു സംഭാഷണമാണ് അത് എന്നുള്ളത്. പിന്നെ അതാണ് മരിച്ച ശേഷവും വഫാത്തിന് ശേഷവും അങ്ങനെ ചെയ്യാം എന്ന് ഇവരാണ് പാസ്സാക്കുക. ഇതല്ലേ ഹദീസ്? അത് വഫാത്തിന് ശേഷവും എല്ലാ സമയത്തും അതല്ലേ. പൊന്നാര നൗഷാദെ, അനക്കും അന്റെ ആൾക്കാർക്കും കുരുവട്ടൂര് വിശ്വസിച്ച് നടക്കുന്ന ആൾക്കാർക്കും അള്ളാന്റെ റസൂലിന്റെ പേര് പറയാൻ പോലും യോഗ്യതല്ല. കാരണം അള്ളാന്റെ റസൂലിനേക്കാൾ ഒരു പടി മുകളിലാണ് നിങ്ങൾ മടവൂരിനെ വെക്കുന്നത്. കാരണം അള്ളാന്റെ റസൂലിന് ചരിത്രത്തിലില്ലാത്ത കഴിവുകൾ മുഴുവങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മടവൂരിന് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കാണിക്കുന്നത് ജാഹിലിയ കാലത്തുള്ള ആളുകളെക്കാൾ വലിയ ജാഹിലിയാത്താണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാന്റെ റസൂല് ജീവിച്ചിരുന്ന കാലത്ത് ജാഹിലിയത്തിലുള്ള ആളുകള് അവര് പോലും പറയാത്ത കാര്യങ്ങൾ, അവരൊക്കെ ബിംബത്തിനെ ആരാധിക്കുകയാണെങ്കിലും എന്തൊക്കെ ചെയ്യുകയാണെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ലോകം മൊത്തത്തിൽ നിയന്ത്രിക്കും, മഴ പെയ്യിക്കുന്നു എന്നും പറഞ്ഞിട്ടില്ല. അവര് മഴ പെയ്യിക്കുന്ന ആരാ ചോദിച്ചാൽ അല്ലെന്ന് പറഞ്ഞു. നിങ്ങളോ മടവൂരാണെന്ന് പറയണം. അപ്പൊ ആരാണ് വിശ്വാസികള്? നിങ്ങളെന്നെ ചിന്തിക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള ശിർക്കൻ കുഫ്രൻ വിശ്വാസങ്ങളിൽ നിന്നും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം. അസ്സലാമു അലൈക്കും.